ഹലോ ഫ്രണ്ട്സ്, ലോജിക് എമ്മിന്റെ ടെക്നിക്കൽ ഗാഡ്ജറ്റുകൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. RTL-STR വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ആണ്, വെരി പവർഫുൾ ആണ്. ഇത് ഓൾ ബാൻഡ് റിസീവർ ഹാർഡ്വെയർ ആണ്. VHF, UHF, HF എയർ ബാൻഡ് ആൻഡ് ഓൾ മോഡ് ഹാം റിസീവർ, ഓൾ മോഡ് കമ്മ്യൂണിക്കേഷൻ റിസീവർ ആണ്. വേർഷൻ 3യേക്കാളും ബെറ്റർ ആയിട്ട് HF ബാൻഡ് റിസപ്ഷൻ ഇതിൽ പോസിബിൾ ആണ്. ഇതൊരു SDR ആണ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ. സ്വാഭാവികമായും നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു, റേഡിയോ SDR സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ, SDR കൺസോൾ, അങ്ങനെ HF SDR++, അങ്ങനെ ഒരുപാട് SDR സോഫ്റ്റ്വെയറുകളുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ ഹാർഡ്വെയറിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ബാൻഡാണ് നമുക്ക് റിസപ്ഷൻ ആവശ്യമുള്ളത് അത് ബാൻഡിന ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ആ ബാൻഡ് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കുന്നില്ല, റിസപ്ഷൻ മാത്രമേ ഉണ്ടായിരിക്കൂ. ബട്ട് ഓൾ ബാൻഡ് റിസപ്ഷൻ ആണ്. ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, ഏതെല്ലാം സോഫ്റ്റ്വെയർ ഇതിന് ഉപയോഗിക്കാം, എന്തെല്ലാം കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു RTL-STR ഒരു STR റിസീവർ ആണ്. ആ റിസീവർ ഉപയോഗിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വേണം. ആ സോഫ്റ്റ്വെയറുകൾ പല സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് STR++ എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നമ്മൾ STR++ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് RTL-STR വേർഷൻ 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും RTL-STR 2832U. ഇതാണ് അതിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ ഓൾറെഡി അത് ഡിറ്റക്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് STRന്റെ ഡ്രൈവർ ഫയലുകൾ വേണം. അപ്പോൾ STR ഡ്രൈവർ, അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ STR സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ STR ഇവിടെ ഡിറ്റക്ട് ചെയ്യും, അതിൻ്റെ മോഡൽ നമ്പർ ഒക്കെ കാണിക്കും. ഈ ഡയറക്റ്റ് സാമ്പിളിങ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേർഷൻ 3 ആണെങ്കിൽ ഡയറക്റ്റ് സാമ്പിളിങ് ആയിരിക്കും. അത് പിന്നെ Q ബ്രാഞ്ച്, I ബ്രാഞ്ച് എന്ന് പറഞ്ഞ രണ്ട് തരം ഡയറക്റ്റ് സാമ്പിളിങ് ഉണ്ട്. അത് അപ്പോൾ ആ സാമ്പിളിങ് ഏതാണെന്നുള്ളത്, അപ്പോൾ വേർഷൻ 3 ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സാമ്പിളിങ് സെലക്ട് ചെയ്യണം. അതല്ലെങ്കിൽ വേർഷൻ 4 ആണെങ്കിൽ ഡയറക്റ്റ് സാമ്പിളിങ് ഡിസേബിൾ ചെയ്യണം. കാരണം വേർഷൻ 4 ഹാർഡ്വെയർ ഒരു അപ്പ് കൺവേർട്ടർ ടൈപ്പ് ഹാർഡ്വെയർ ആണ്. അത് ഡയറക്റ്റ് സാമ്പിളിങ് അല്ല, അപ്പ് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് അത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ സെലക്ടിവിറ്റി കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഈ ബയാസ് ടി എന്ന് പറയുന്നത് പുറത്ത് അതിന്റെ നേരത്തെ ആക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആന്റിനകളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ബയാസ് സപ്ലൈ പോകാൻ വേണ്ടിയിട്ടാണ് ബയാസ് ടി. ആക്റ്റീവ് ആയിട്ടുള്ള കമ്പോണന്റ് ആന്റിനയിൽ ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയാസ് ടി കൊടുക്കുന്നത്. പിന്നെ ഓഫ്സെറ്റ് ട്യൂണിങ്, RTL-AGC. ഈ AGC ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ ആണ്. അതിന് ട്യൂണർ AGC ഉണ്ട്. അത് നമ്മൾ ഓരോ ചാനലിന്റെ ആവശ്യങ്ങൾ നോക്കിയിട്ട് ട്യൂണർ AGC ഓപ്പൺ ചെയ്യണോ ഓഫ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ആ റിസപ്ഷൻ ടൈമിൽ തീരുമാനിച്ചാൽ മതി. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട സംഗതി ഉള്ളത് ഓഫ്സെറ്റ് മോഡാണ്. ഈ ഓഫ്സെറ്റ് മോഡ് നമ്മൾ UO100 സാറ്റലൈറ്റ് ആണ് നമ്മൾ റിസപ്ഷന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓഫ്സെറ്റ് മോഡ് KU ബാൻഡ് LNB 9750 MHz ലോവർ ബാൻഡ് സെലക്ട് ചെയ്യണം. അതാണ് അതിന്റെ ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി. അതെല്ലാം നമ്മൾ ഡയറക്റ്റ് ആന്റിന, സാധാരണ ഡയറക്റ്റ് ആന്റിന ഉപയോഗിക്കുന്ന ഇത് നന്നായിട്ട് ഓഫ്സെറ്റ് മോഡ് നൺ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ സാറ്റലൈറ്റ് റിസപ്ഷൻ ആണെങ്കിൽ ഓഫ്സെറ്റ് മോഡ് 9750 MHz മാറ്റണം. പിന്നെ റേഡിയോന്റെ മോഡുകളാണ്, മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. റേഡിയോന്റെ അണ്ടറിലുള്ളത് അത് നാരോ FM, വൈഡ് FM, AM, USB, LSB, CW, DSB, അങ്ങനെ പലതരം മോഡുലേഷൻ മെത്തേഡുകളാണ്. അത് അതായത് റിസീവ് ചെയ്യുന്ന ചാനൽ ഏതാണോ ആ ചാനലിന്റെ മോഡുലേഷൻ മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട സംഗതി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതിൽ നോയ്സ് ബ്ലാങ്കർ ഉണ്ട്. അത് ആവശ്യം ചില സ്റ്റേഷനുകൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്കെച്ച് കൺട്രോൾ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ ഓരോ സ്റ്റേഷന്റെ റിസപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിൽ ഫ്രീക്വൻസി മാനേജർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫ്രീക്വൻസി മാനേജർ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി നമുക്ക് സെലക്ട് ചെയ്ത് റിസപ്ഷൻ ആയി കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഏരിയയാണ് നമ്മൾ ഫ്രീക്വൻസി. നമുക്ക് മാനുവലായിട്ട് ഫ്രീക്വൻസി എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ട് മാനുവലായിട്ട് ഫ്രീക്വൻസി എൻ്റർ ചെയ്യാം. പിന്നെ ഈ സ്പെക്ട്രം നമുക്ക് സ്പെക്ട്രം മാറ്റണമെന്നുണ്ടെങ്കിൽ സ്പെക്ട്രം ഫ്രീക്വൻസി നമ്മൾ ഏത് ഫ്രീക്വൻസിയിൽ നിന്ന് സ്പെക്ട്രം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സാറ്റലൈറ്റ് Q100ന്റെ ബാൻഡിലാണ് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് 40 മീറ്ററിലേക്കോ 20 മീറ്ററിലേക്കോ എവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം. ഇതാണ് S മീറ്റർ. സിഗ്നലിന്റെ ലെവൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് വോളിയം കൺട്രോൾ ഏറ്റവും ടോപ്പിൽ. ഈ വോളിയം കൺട്രോൾ നമുക്ക് കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം. പിന്നെ ഇത് ആണ് ഇതിന്റെ
RTL STR ഓൺ ഓഫ് സ്വിച്ച് ആണിത്. ഈ ഓൺ അമർത്തുമ്പോൾ ആണ് നമുക്ക് ഈ RTL STR ആക്റ്റീവായിട്ട് വരുന്നത്. അത് ഓൺ ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് സ്പെക്ട്രം സിഗ്നൽ വരുന്നത് പല ഇതിൽ നോയ്സ് ഉണ്ടാവും, സ്റ്റേഷൻ സിഗ്നലുകൾ ഉണ്ടാവും. ഒരു STR സോഫ്റ്റ്വെയറിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഈ വലത്തെ സൈഡിലുള്ള കൺട്രോള് നമുക്ക് ഇതിന്റെ സ്പെക്ട്രത്തിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് വാട്ടർഫോളിന്റെ സൈസ് വേരിയേഷൻ വരുത്താൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ വാട്ടർഫോൾ ആണ് ഈ കാണുന്നത്. വാട്ടർഫോള് എന്തെല്ലാം സ്റ്റേഷനുകൾ റിസീവ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ STR++ എന്ന സോഫ്റ്റ്വെയറിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു STR റിസീവർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു സോഫ്റ്റ്വെയർ നോക്കാം, STR#. പിന്നെ ഇതിന്റെയൊക്കെ പ്രൈമറി പാരാമീറ്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓരോ സോഫ്റ്റ്വെയർ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാ സോഫ്റ്റ്വെയറിലും ഉണ്ടാവും. ഇത് സ്റ്റാർട്ടിൽ തന്നെ ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. നമ്മൾ ഏത് ഹാർഡ്വെയർ ആണ് ഉപയോഗിക്കുന്നത് ഹാർഡ്വെയർ ഓൺ ഓഫ് ആണുള്ളത്. എയർസ്പൈ STR ആണിത്. STR# എന്ന് പറയും. വോളിയം കൺട്രോൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ബാൻഡിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ, മോഡുലേഷൻ, AM FM LSB. പിന്നെ അതുപോലെ ഇത് ഡിവൈസിന്റെ ഡീറ്റെയിൽസ് ഇവിടെയാണ് വരുന്നത്. ഡിവൈസ് ഇവിടെ കാണാം, ജനറിക് RTL2832U OEM. അതതിന്റെ RTLന്റെ STR മോഡൽ നമ്പറാണ്. പിന്നെ AGC ട്യൂണർ, AGC അങ്ങനെയുള്ള ഓപ്പറേഷനൊക്കെ ഇവിടെ ഏറ്റവും താഴെയാണുള്ളത് ഈ ഒരു മോഡലിന്. ഇത് നമുക്ക് ഡയറക്റ്റ് ഫ്രീക്വൻസി എൻട്രി ആണ്. നമുക്ക് AM ആണ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് FM ബാൻഡാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഫ്രീക്വൻസി ഡയറക്റ്റ് എൻട്രി ചെയ്താൽ മതി. 40 മീറ്റർ ആണെങ്കിൽ 7 MHz അങ്ങനെ എൻട്രി ചെയ്താൽ മതി. അത് നമുക്ക് സ്പെക്ട്രം ഇവിടെ മാനുവലായിട്ട് ഇങ്ങനെ മൗസ് ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. പിന്നെ ഈ സൂം കൺട്രോൾ സ്പെക്ട്രത്തിന്റെ പൊസിഷൻ ഡീവിയേഷന് കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ്. ഇത് ഓഡിയോ കൺട്രോൾ ആണ് ഈ റൈറ്റ് സൈഡിൽ. ഇത് വെച്ചാൽ പ്രൈമറി ആയിട്ടുള്ള എല്ലാം ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. പിന്നെയുള്ള STR കൺസോൾ എന്ന് പറഞ്ഞ വേറൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതും STR സോഫ്റ്റ്വെയർ ആണ്. ലുക്കിലും പാരാമീറ്റേഴ്സിലും ഒക്കെ കുറച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് തന്നെ ഒരു സ്ക്രീൻ വരും. അത് നമ്മൾ ഏത് തരം ഡോങ്കിളാണ് ഉപയോഗിക്കുന്നത് ആ ഡോങ്കിൾ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ STR ബ്ലോഗ് V4 ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ V4 സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഡോങ്കിൾ ഓൺ ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മോഡ് ഓഫ് ഓപ്പറേഷൻ ഇവിടെയാണുള്ളത്. ഈ കാണുന്നതാണ് നാരോ ബാൻഡ് FM, വൈഡ് ബാൻഡ് FM, LSB, USB. ഇതൊക്കെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ AGC ത്രഷോൾഡ് അതിന്റെ കാര്യങ്ങളാണിത്. നോയ്സ് ബ്ലാങ്കർ എല്ലാം ഇതിലുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമ്മൾ ഈ റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ആവശ്യമുള്ള കൺട്രോൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ RF ഗെയിന് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാം. AGC ഓൺ ഓഫ് ചെയ്യാം. ബയാസ് ടി ഇവിടെ ഉള്ളത്, ബയാസ് ടി ചെയ്യാം. പിന്നെ HF അപ്പ് കൺവെർട്ടർ ഇനാബിൾ ഡിസാബിൾ. അപ്പ് കൺവെർട്ടർ ഉപയോഗിക്കുന്ന ആണ് നമ്മൾ ഇപ്പോൾ RTL V4 ആണ് ഉപയോഗിക്കുക അപ്പ് കൺവെർട്ടർ ഇനാബിൾ ആയിരിക്കും. അതായത് V3 ആണ് ഉപയോഗിക്കുക വെച്ചാൽ അപ്പ് കൺവെർട്ടർ ഡിസാബിൾ ചെയ്താൽ മതി. ഡയറക്റ്റ് കൺവേർഷൻ ആണ്, ഡയറക്റ്റ് സാമ്പിളിംഗ് എന്ന് പറയും. പിന്നെ റേഡിയോ കോൺഫിഗറേഷൻ ആയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്രീക്വൻസി കാലിബ്രേഷന് ഇതൊന്നും നമ്മൾ ശരിക്കും മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ മോഡിലേക്ക് പോകണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. വാട്ടർഫോളിന്റെ കാര്യങ്ങളൊക്കെ സ്പെക്ട്രം സെറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ലേഔട്ട്, ഏത് സ്ക്രീനിന്റെ ലേഔട്ട് സെറ്റ് ചെയ്യാൻ. പിന്നെ റിസീവ് AM, ബ്രോഡ്കാസ്റ്റ് FM, നാരോ ബാൻഡ് FM. നമുക്ക് ആ മോഡുകളൊക്കെ ഇവിടെയും പിന്നെ മാറ്റാൻ പറ്റും. പിന്നെ റെക്കോർഡിംഗ് പ്ലേബാക്ക് ബട്ടൺ ഉണ്ട്. അത് നമുക്കൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ മെമ്മറീസ് ഉണ്ട്. മെമ്മറീസ് ആണ് നമ്മൾ ഏതെങ്കിലും ചാനലുകൾ നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മെമ്മറി ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് റീകോൾ ചെയ്താൽ മതി. ഇതൊക്കെ ബ്ലാങ്ക് ആയിട്ടുള്ള മെമ്മറി ബാങ്കാണ്. അപ്പോൾ ആ ഒരു മെമ്മറി ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ചാനൽ ഈസി ആയിട്ട് റീകോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കേണ്ട ടൈപ്പ് ഓഫ് മോഡുലേഷൻ, ഫ്രീക്വൻസി, യഥാർത്ഥത്തിലുള്ള ഫ്രീക്വൻസി ഏതാണ് നമുക്ക് റിസീവ് ചെയ്യേണ്ട ഫ്രീക്വൻസി, അത് നമുക്ക് മാനുവലായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ വോളിയം കൺട്രോൾ, ഇതാണ് വോളിയം കൺട്രോൾ. അപ്പോൾ പ്രൈമറി ആയിട്ട് നമുക്ക് എല്ലാ റിസീവറിനും നമുക്ക് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഫ്രീക്വൻസി, നമ്മൾ ഏത് ചാനലാണ് റിസീവ് ചെയ്യേണ്ടത് അതിന്റെ ഫ്രീക്വൻസി എൻ്റർ ചെയ്യാം.
മോഡ് ഓഫ് ഓപ്പറേഷൻ AM FM മോഡുലേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ സൗണ്ട് പിന്നെ കൺട്രോൾ ചെയ്യുക. പിന്നെ സ്പെക്ട്രത്തിന്റെ സെറ്റിങ്സ്, സ്പെക്ട്രം നമ്മൾക്ക് പിന്നെ സ്പെക്ട്രം ഏത് തരത്തിലുള്ള സ്പെക്ട്രം കിട്ടണം. പിന്നെ അതുപോലെ എസ് മീറ്റർ നമുക്ക് സിഗ്നലിന്റെ ലെവല് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ AGC ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ, ചില സ്റ്റേഷനുകൾക്ക് നമ്മൾ AGC വെച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ റിസപ്ഷന്റെ നോക്കിയിട്ടാണ് ഈ ത്രഷോൾഡ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇത്രയൊക്കെയാണ് പിന്നെ കോമൺ ആയിട്ട് ഒരു STR കൺസോൾ അല്ലെങ്കിൽ STR സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇനി STR ഡോങ്കിൾ ഉപയോഗിച്ചിട്ട് QO100 സാറ്റലൈറ്റ്, ഖത്തർ ഓസ്കാർ സാറ്റലൈറ്റ് എങ്ങനെ റിസീവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേവ് ബാൻഡ് റിസപ്ഷന് പിന്നെ കമേഴ്സ്യൽ ബ്രോഡ്കാസ്റ്റിന് ഉപയോഗിക്കുന്ന കേവ് ബാൻഡ് ഡിഷാൻഡിന് മതി. ആ ഡിഷാൻഡിന് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് LNB നോർമൽ LNB ലോവർ ബാൻഡ് KU, അപ്പർ ബാൻഡ് KU ഉണ്ട്, ലോവർ ബാൻഡ് KU ഉണ്ട്. അതിൽ ലോ ബാൻഡ് KUയിലാണ് ഈ ഖത്തർ ഓസ്കാർ സാറ്റലൈറ്റ് ഉള്ളത്. 10 GHz ഫ്രീക്വൻസി, 10 GHz ബാൻഡിലാണ്. അപ്പോൾ ഈ 10 GHz ബാൻഡിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അതിന്റെ LNB ഒരു 90 സെന്റിമീറ്റർ ഡിഷ് മിനിമം, അത് 120 സെന്റിമീറ്റർ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ വേണ്ടത് ഒരു RTL STR ഡോങ്കിള്, ഒരു ബയാസ് T. ഈ ബയാസ് T ഉപയോഗിക്കുന്നത് LNBയിലേക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മള് 10,490 MHz, അതായത് 10 GHz ബാൻഡിലാണ് നമ്മളിത് ഖത്തർ ഓസ്കാറിന്റെ ഡൗൺ ലിങ്ക് ഫ്രീക്വൻസി വരുന്നത് 10 GHz. അപ്പ് ലിങ്ക് ഫ്രീക്വൻസി 2400 MHz ആണ്, അതായത് S ബാൻഡിലാണ് അപ്പ് ലിങ്ക് ഫ്രീക്വൻസി പോകുന്നത്. ഇത് ലോവർ KU ആണ്, KU ബാൻഡിലാണ് ഡൗൺ ലിങ്ക്. അപ്പൊ ഡൗൺ ലിങ്ക് ഫ്രീക്വൻസിയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഈ അപ്പോൾ അത് റിസീവ് ചെയ്യാൻ 10,490 ആ ഒരു റേഞ്ചിൽ നമുക്ക് അതിന്റെ SSB റിസപ്ഷൻ ഉണ്ട്, SSBയിൽ USB ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, CW ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സ്പെക്ട്രം വാട്ടർഫോൾ സ്പെക്ട്രം നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ QO100 സാറ്റലൈറ്റ് റിസപ്ഷന് നമുക്ക് ആന്റിന പൊസിഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു 90 സെന്റിമീറ്റർ ഡിഷ്, ഒരു KU ബാൻഡ് LNB, ഒരു ബയാസ് T, ഒരു RTL STR ഡോങ്കിള്, നമുക്കൊരു പിന്നെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആയാലും നമുക്ക് മൊബൈൽ ഫോണിലും RTL STR വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അത്രയും മതി. അതിന്റെ RG6 അല്ലെങ്കിൽ RG58 കേബിൾ ഉപയോഗിക്കാം. RG6 ആണ് സാധാരണ നമ്മൾ നേരത്തെ കേബ് ബാൻഡ് LNB ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ RG6 കേബിൾ തന്നെ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലോസ് ആയിട്ടുള്ള വേറെ പല കേബിളൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഒരു ലോ കോസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു QO100 ഖത്തർ ഓസ്കാർ സാറ്റലൈറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. Oscar Echo 3.